സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബഡ്ജറ്റ് മാസ്റ്റർ. അങ്ങനെ മലയാളികളെല്ലാം കാത്തിരുന്ന ആ ഒരു സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നു. എമ്പുരാൻ്റെത് ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എമ്പുരാൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ടീസർ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. എന്താണോ ഫസ്റ്റ് പാർട്ടിൽ അവസാനിപ്പിച്ചിട്ട് അതിന് തൊട്ട് തുടർച്ചയായിട്ടുള്ളത്. സോ അതോടെ നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു റിവ്യൂയും ഇതുകൂടാതെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്നുള്ളതുമാണ്. സോ അതോടെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാൻ നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ അത് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഞാനപ്പോൾ പുതിയ വീഡിയോയിൽ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എമ്പുരാൻ ഈ ടീസർ കണ്ടപ്പോഴേ ഒരു കാര്യം മനസ്സിലായിട്ടുള്ളതാണ്. എന്താണ് ഹോളിവുഡ് ലെവൽ എന്ന് മലയാളികൾ പൊതുവെ പറയുന്നത്, ആ ഒരു രീതിയിൽ പൃഥ്വിരാജ് ഇതിനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഥവാ ടെക്നിക്കൽ സൈഡ് വെച്ച് നമുക്ക് ഇത് നല്ലൊരു ഹോളിവുഡ് ലെവൽ ഐറ്റം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ കഥയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ മനസ്സിലാവാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യം മാത്രമേ കൺഫേം ചെയ്യാൻ സാധിക്കൂ. ഹോളിവുഡ് ലെവൽ മേക്കിംഗ് തന്നെ പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ വൈഡ് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ്. വൈഡ് ആയിട്ടുള്ള ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൈഡ് ആയിട്ടുള്ള ഫ്രെയിം. സോ അതോടെ തന്നെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പോലും ഐമാക്സ് ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിൽ മുകളിലും താഴെയായിട്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ ഒരു ബ്ലാക്ക് ബാർസ് കാണാനുള്ള സാധ്യത കുറേയേറെ കൂടുതലാണ്. അത് പൃഥ്വിരാജ് ഈയിടെയായിട്ട് കൺഫേം ചെയ്തിട്ടുമുണ്ട്. ഈവൻ നോർമൽ തിയേറ്ററിൽ പോലും നമുക്കത് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തിന് ലൂസിഫർ പോലും അത്തരത്തിലുള്ള ക്യാമറയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈവൻ ടി വിയിൽ വന്നാൽ പോലും നമുക്ക് ആ ബാറിന്റെ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സിനിമ അഥവാ എമ്പുരാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് കുറെ കൂടി വൈഡറാക്കി. സോ അതോടെ തന്നെ ടെക്നിക്കൽ സൈഡിൽ വലിയ കോംപ്രമൈസ് ഒന്നും തന്നെ പുള്ളി ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് ഓരോ ഷോട്ട്സും, പ്രത്യേകിച്ച് കുതിരയ്ക്ക് തീപിടിച്ചു പോകുന്ന അത്തരത്തിലുള്ള ഓരോ ഷോട്ടുകളും നല്ല രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ തന്നെ ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്താണ് പ്ലോട്ടുമായി ബന്ധപ്പെട്ടോ ഒരു കാര്യം നമുക്ക് ഇതുവരെ അല്ലെങ്കിൽ ഈ ഒരു ടീസർ കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു സിനിമയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ വിഷ്വൽ ഫ്രെയിംസ് അല്ലെങ്കിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ഗ്ലിംസ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏറെക്കുറെ നമുക്ക് ഈ ഒരു ടീസർ കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോർത്തേൺ ഇറാഖിലുള്ള ഒരു ഗോസ്റ്റ് ടൗൺ അഥവാ ആരും തന്നെ ഇല്ലാത്ത ഒരു ഒറ്റപ്പെട്ട നഗരത്തിലേക്ക് എമ്പുരാനും എമ്പുരാന്റെ ഗ്യാങ്ങും വരുന്നു, അഥവാ എബ്രാം ഖുറേഷി. എന്നാൽ എബ്രാം ഖുറേഷി ഇവിടേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് പിന്നാലെയായിട്ട് ഒരു ഫോഴ്സ് തന്നെ വരുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അഥവാ ലൂസിഫറിലും കണ്ടിരുന്നു, പുള്ളിക്കാരനെ ട്രാക്ക് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോഴേക്ക് അത് അവർ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്തു. സോ അതോടെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇവിടെ ഇപ്പോൾ അല്ലെങ്കിൽ ലൂസിഫറുള്ള ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ എബ്രാം ഖുറേഷിയുടെ ഗ്യാങ് മാത്രമല്ല ഉള്ളത്, മറിച്ച് ഖഗൂബയുടെ ഗ്യാങ് ഉണ്ട്. അതിനെപ്പറ്റിയും ഈ ഒരു ടീസറിൽ അവർ പറയുന്നുണ്ട്. അതായത് എബ്രാം ഖുറേഷിയുടെയും അതേപോലെ ഖഗൂബയുടെയും ഗ്യാങ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തായിട്ടുണ്ട്. സോ അതോടെ തന്നെ ഇത് തന്നെയാണ് നമുക്ക് അവരെ പിടിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യമെന്ന് ബാക്ക്ഗ്രൗണ്ട് പറയുന്നതിലൂടെ നമുക്കൊരു മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ അതോടെ തന്നെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി ഇവിടേക്ക് ഫോഴ്സ് വരുന്നു, ഒരു വലിയ ഫോഴ്സ് തന്നെ വരുന്നുണ്ട്. എന്നാൽ അത് അത്ര പെട്ടെന്ന് സാധിക്കുന്നതല്ല. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഴ്സണറി ടീമിനെ നയിക്കുന്നത് എബ്രാം ഖുറേഷിയാണ്, അഥവാ ഇത്തരത്തിലുള്ള ഒരു കൊലയാളി ഗ്യാങ്ങിനെ. സോ അതോടെ തന്നെ എന്താണ് എബ്രാം ഖുറേഷി എന്നും അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സിനിമയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരം സിനിമകൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ പഴയ കാലത്ത് അല്ലെങ്കിൽ ലൂസിഫർ ഫസ്റ്റുമായി കണക്ട് ചെയ്യുന്ന പല സീനുകളും കാണിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ മഞ്ജു വാര്യരുടെ ആ ഒരു ക്യാരക്ടറിനെയും ഇന്ദ്രിയത്തിന്റെ ക്യാരക്ടറിനെയും അഥവാ ഗോവർദ്ധനെ എല്ലാം ഉൾപ്പെടെയുള്ളവരെ കാണിക്കുന്നുണ്ട്. ലൂസിഫറിലെ ഡയലോഗുകൾ തന്നെയാണ് ഈ ഒരു ഇമ്പാക്റ്റിന് വേണ്ടി ഈ അവസരത്തിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതും. എന്തൊക്കെ തന്നെ പറഞ്ഞാലും നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീസർ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സിനിമയിൽ ഉപയോഗിച്ചുള്ള വെപ്പൺസ് ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് കാര്യങ്ങളായാലും കുറെ കൂടി മോഡേൺ ആണ്. സോ അതോടെ തന്നെ ഒരു ഹോളിവുഡ് ലെവൽ വർക്ക് തന്നെ ഇതിനു വേണ്ടി പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ നല്ല രീതിയിൽ പണം ഇറക്കിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. അത് ആ ഒരു വിഷ്വൽസും ഇതുകൂടാതെ ആ ഒരു ടെക്നിക്കൽ സൈഡും ആ ഒരു ആർട്ട് വർക്കുകൾ കണ്ടാൽ പോലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് മാത്രമല്ലാതെ CGI അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീനോ മറ്റും ഉപയോഗിക്കാതെ കൂടുതലും ആക്ച്വൽ ലൊക്കേഷൻസിൽ തന്നെയാണ് സിനിമയുടെ ഷൂട്ടിംഗ് മിക്കതും പൂർത്തിയാക്കിയിട്ടുള്ളത്. സോ അതോടെ തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത ഈ ഒരു സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തൊക്കെ തന്നെ പറഞ്ഞാലും മമ്മൂട്ടി പറഞ്ഞതുപോലെ മലയാളത്തിലെ ഏറ്റവും ചെറിയ സിനിമ ഇപ്പോൾ ഇത്രമാത്രമാണ് ഈ ആദ്യ കാഴ്ചയിൽ മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാം. അതോടെ തന്നെ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. സോ അതോടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഓപ്പൺ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസീസും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഈ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയുടെ എൻ്റെ വാച്ചിങ് ബഡ്ജറ്റ് മാസ്റ്റർ.